ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അഭിപ്രായം ഇരുമ്പൊലക്കെല്ലാം ഇപ്പൊ മനസ്സിലായില്ലേ? അതെ. ആ അമ്മയെ വല്ല തെരഞ്ഞെടുപ്പിലും കൊണ്ട് നിർത്തണം. എവിടെയാണെങ്കിലും ജയിച്ചോളി. കമലയുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാ ഇതിനെ സമ്മതിച്ചത്. ആ അതെ. കഴിഞ്ഞ ദിവസം ജയ്പൂരിൽ നിന്നും മാഷി വിളിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇവരുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് നടത്തേണ്ടത് വൃന്ദാവനത്തിൽ വെച്ചായിരുന്നല്ലോ. നിർബന്ധം പിടിച്ച് ഇവളിങ്ങി പോകുന്നത് കാരണം അത് നടന്നില്ലല്ലോ. അത് വൃന്ദാവനത്തിൽ വെച്ച് ഉടനെ നടത്തണമെന്നാ മാഷി പറഞ്ഞത് അല്ലേ? അല്ലെങ്കിലും അത് കുഞ്ഞിന്റെ അമ്മ വീട്ടിൽ വെച്ച് നടത്തേണ്ട ചടങ്ങാണല്ലോ. അങ്ങനൊന്നുമില്ല. എല്ലാവർക്കും സന്തോഷം സൗകര്യമുള്ള എവിടെ വെച്ചോണെങ്കിലും ഈ ചടങ്ങ് നടത്താം. അത് അമ്മ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? എന്താണെന്ന് വെച്ചാ നൂലുകെട്ട് ചടങ്ങ് അത് വൃന്ദാവനത്തിൽ വെച്ച് തന്നെ നടത്തണം. ഇവിടെ നിന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നാൽ പോരെ? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നിങ്ങളുടെ അവകാശവുമാണ്. എല്ലായിടത്തും പെൺവീട്ടിൽ വെച്ച് നടത്തുന്ന ചടങ്ങ് തന്നെയാ അത്. അതെ. അർച്ചനയും കുഞ്ഞും ഇപ്പൊ ഇവിടെയാണല്ലോ. ഈ ചടങ്ങ് നമുക്ക് ഇവിടെ വെച്ച് നടത്തിയാ പോരെ? അത് അർച്ചന എന്തു പറയുന്നു? എവിടെ വെച്ച് നടത്തിയാലും എനിക്ക് സന്തോഷം. ഇതിന്റെ പേരില് ആരെയും വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. നെല്ലിശ്ശേരിയും വൃന്ദാവനവും രണ്ടും നമുക്ക് ഒരുപോലെയല്ലേ? ഒരു വേർതിരിവും നമ്മുടെ രണ്ട് വീടുകളും തമ്മിലില്ല. അത് അർച്ചനയെ എന്റെ മരുമകളായിട്ടല്ല, മകളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതറിയാം. ഈ ചടങ്ങ് ഇവിടെ വെച്ച് നടത്താൻ നിങ്ങൾ സമ്മതിക്കണം. കമലയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. അയ്യോ അയ്യോ, അർച്ചനയോട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പകരമായി അവളെ ഹോസ്പിറ്റലിൽ നേരെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അത് സാധിച്ചില്ല. സത്യം പറഞ്ഞ അന്ന് അവൾ ആശുപത്രിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വന്നപ്പോ എനിക്ക് വലിയ വിഷമമായിരുന്നു. എന്റെ മോൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന വലിയ സങ്കടമായിരുന്നു. എന്റെ ഈ ആഗ്രഹമെങ്കിലും കമല അനുവദിച്ചു തരണം. അങ്കിള് പറയുന്നത് ശരിയാണ് അല്ലേ അമ്മേ? അനുപേട്ടന് എന്ത് തോന്നുന്നു? ഞാനെന്ത് പറയാനാ? അമ്മ തീരുമാനിക്കട്ടെ. അല്ല, ഞാനിനിയിപ്പൊ എന്ത് തീരുമാനിക്കാന്? സേതുവേട്ടനൊരാഗ്രഹം പറയുമ്പോ ഞാനെങ്ങനെ അതിനെ എതിർക്കാന്? അയ്യോ, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. സേതുവേട്ടന് ഇഷ്ടം അതാണെങ്കിൽ പിന്നെ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എനിക്കതിലൊരു പ്രയാസവും ഇല്ല.
കൊള്ളാം. അമ്മ ഒറ്റയടിക്ക് കാല് മാറി. പൊടി. ഇന്നലെ രാത്രി അവിടെ എന്തൊക്കെ ബഹളായിരുന്നു എന്നറിയോ? അയ്യോ വെറുതെ അടി. ഇപ്പൊ ഇവിടെ വന്ന് അങ്കിളിനോട് സംസാരിച്ചപ്പോ ദാ നടക്കുന്നു. അഭിപ്രായം ഇരുമ്പോലൊക്കെ അല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അതെ. ആ ആ അമ്മയെ വല്ല തെരഞ്ഞെടുപ്പിലും കൊണ്ട് നിർത്തണം. എവിടെയാണെങ്കിലും ജയിച്ചോളൂ. കമലയുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാ ഇതിനെ സമ്മതിച്ചത്. ആ അതെ. അതിന് കമലയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അയ്യോ അതൊന്നും വേണ്ട. ഇങ്ങനെ പുകഴ്ത്തല്ലേ അച്ഛാ, അമ്മേ ആകാശം മുട്ടി പോവും. നീ എന്ന് പോടി. അല്ലെങ്കിൽ എനിക്ക് നല്ല മനസ്സാന്ന് ആർക്കാ അറിയാത്തത് അല്ലേ? ആ അല്ല, തീരുമാനങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് ബാക്കിയൊക്കെ സദ്യ കഴിഞ്ഞിട്ടോ? ആ ആ മതി. ആ അതിനിടയ്ക്ക് സദ്യ റെഡിയായോ? ഇവിടെ എല്ലാം റെഡിയാ, നിങ്ങൾ വന്ന് കഴിച്ചാ മാത്രം മതി. അല്ല പിള്ളേരൊക്കെ എവിടെ? അവരൊക്കെ നല്ല ഉറക്കത്തില്ല. ഓ ഊണ് കഴിച്ചിട്ട് അവരൊക്കെ കാണാം. മതി. വാ കഴിക്കാം. സദ്യ ഗംഭീരായിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ അർച്ചനേട്ടത്തെ കൂടി അടുക്കള കയറിയ കറികൾക്കൊക്കെ ഒരു പ്രത്യേക സ്വാദ. അർച്ചനയ്ക്ക് കമലയുടെ കൈപുണ്യം അതുപോലെ കിട്ടിയിട്ടുണ്ട്. അല്ല ഇന്നലെ വിശേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. പറയാം, നല്ല വിശേഷ. ഈ സദ്യയൊക്കെ ഞങ്ങള് വരുന്നത് പ്രമാണിച്ച് ഉണ്ടാക്കിയതാണോ? അതും ഒരു കാരണമാണ്. പിന്നെ വിശേഷം എന്താണെന്ന് വെച്ചാ നമ്മുടെ അനഘയ്ക്കൊരു കല്യാണാലോചന.